5/10/2025 നടന്ന 10th പ്രിലിംസ് പരീക്ഷയുടെ ആൻസർ കീ നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മത്സ്യയിനങ്ങളിൽ പെടാത്തവ ഏത്? ഉത്തരം ചെമ്മീൻ. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം? ഉത്തരം ഓപ്ഷൻ സി ചൈന. അടുത്ത ചോദ്യം, ആകാശത്തിലെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ ബി വിസരണം. അടുത്ത ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി? ഉത്തരം ഓപ്ഷൻ സി അനർട്ട്. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കുന്നത് ഏത് മരത്തിൻ്റെ തടി കൊണ്ടാണ്? ഓപ്ഷൻ എ വില്ലോ മരം. അടുത്ത ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം ഓപ്ഷൻ ബി കെ കേളപ്പൻ. അടുത്ത ചോദ്യം, ലോട്ടറി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ സി കേരളം. അടുത്ത ചോദ്യം, ഗാന്ധിജി പങ്കെടുത്ത സമരങ്ങളിൽ കാലക്രമത്തിൽ പട്ടികപ്പെടുത്തുക? ഉത്തരം ഓപ്ഷൻ ഡി. ഈ ചോദ്യം ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യനിൽ തെറ്റാണ്. അടുത്ത ചോദ്യം, ജലത്തിലൂടെ പകരുന്ന ഒരു വൈറസ് രോഗം? ഉത്തരം മഞ്ഞപ്പിത്തം. അടുത്ത ചോദ്യം, ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി ഉത്തരം ഗോവ. അടുത്ത ചോദ്യം, ബാരാലാച്ചാല ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ജയന്തിയ കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി മേഘാലയ. 14ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ സി 1931. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ യങ് ഇന്ത്യ. അടുത്ത ചോദ്യം, നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14. ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ കിരീടധാരിയായത്? ഓപ്ഷൻ ബി 1804. അടുത്ത ചോദ്യം, കാരഡമോം കുന്ന് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ കേരളം. അടുത്ത ചോദ്യം, നാഥുല ചുരം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ സിക്കിം. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂടിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണജാഥ സംഘടിപ്പിച്ചതാര്? ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ലോക്തക്കിൽ സ്ഥിതി ചെയ്യുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഓപ്ഷൻ എ കെയ്ബുൾ ലാംജാവോ. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യൻ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ദ്രാവിഡ ശൈലി. അടുത്ത ചോദ്യം, മടക്ക് പ്രവൃത്തികളുടെ രൂപീകരണത്തിനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഉത്തരം വന്നത് ഓപ്ഷൻ എ 1 മാത്രം. അടുത്ത ചോദ്യം, തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗപദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തുകയും 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വനിത ആര്? ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ. അടുത്ത ചോദ്യം, ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന പീഠഭൂമി? ഛോട്ടാനാഗ്പൂർ പീഠഭൂമി. അടുത്ത ചോദ്യം, ചോളന്മാരുടെ തലസ്ഥാനമായ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്നതും യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുമുള്ള ലോക പ്രശസ്ത ക്ഷേത്രം? ഉത്തരം ഓപ്ഷൻ എ ബൃഹദീശ്വര ക്ഷേത്രം. അടുത്ത ചോദ്യം, ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് 1998 മെയ് 17 ആരംഭിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി കുടുംബശ്രീ. അടുത്ത ചോദ്യം, 1996 മാർച്ച് 14 നിലവിൽ വന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സണായ കവയിത്രി ആര്? ഓപ്ഷൻ സി സുഗതകുമാരി. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകിയിട്ടുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ അനുച്ഛേദം 226.
അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം 14. അടുത്ത ചോദ്യം, സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന റിട്ട്? ഉത്തരം ഓപ്ഷൻ സി മാൻഡമസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി? ഉത്തരം ഓപ്ഷൻ എ സോറൻസിംഗ് കമ്മിറ്റി. അടുത്ത ചോദ്യം, ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ഡിസംബർ 10. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശ്രീമതി വിജയഭാരതി സയാനി. അടുത്ത ചോദ്യം, ത്രിവർണ്ണ പതാക ഇന്ത്യയുടെ ദേശീയ പതാകയായി അംഗീകരിച്ചതെന്ന്? ഉത്തരം ഓപ്ഷൻ എ 1947 ജൂലൈ 22. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര്? ഉത്തരം ഓപ്ഷൻ ബി വിശ്വഭാരതി. അടുത്ത ചോദ്യം, 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം? ഓപ്ഷൻ സി ഇരവിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ഓപ്ഷൻ ഡി വേമ്പനാട്ട് കായൽ. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത? ഓപ്ഷൻ ബി പി ടി ഉഷ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതിയായ പള്ളിവാസിൽ ഏത് നദിയിലാണ്? ഓപ്ഷൻ എ മുതിരപ്പുഴ. നീല വിപ്ലവം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മത്സ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? ഓപ്ഷൻ സി എ കെ ഗോപാലൻ. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള തുറമുഖം? ഓപ്ഷൻ ഡി വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? ഓപ്ഷൻ എ കുമ്പളങ്ങി. അടുത്തത്, ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി ക്ഷേത്ര പ്രവേശന വിളംബരം. അടുത്ത ചോദ്യം, കാവിയും കാവ മണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, 54ാമത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ വ്യക്തി? ഓപ്ഷൻ എ മിഥുൻ ചക്രവർത്തി. അടുത്ത ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം. അടുത്ത ചോദ്യം, പുകയില ദഹനവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 2ഉം 4ഉം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആണവോർജ ബാലിസ്റ്റിക് അന്തർവാഹിനി? ഉത്തരം ഓപ്ഷൻ എ INS അരിഹന്ത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ശരിയായ ജോഡി? ഓപ്ഷൻ ബി 2ഉം 4ഉം. അടുത്ത ചോദ്യം, ജാതിഭേദ മതദ്വേഷ ഏതുമില്ലാതെ സർവരും സോദരരെന്ന വാഴുന്ന മാതൃക സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെ? ഉത്തരം അദ്വൈത ആശ്രമം. അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകറുക്കൽ സമരം നടന്നത് സ്ഥലം? ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ 2 മെഡൽ നേടുന്ന ആദ്യ താരം? ഓപ്ഷൻ ബി മനു ഭാക്കർ. അടുത്ത ചോദ്യം, കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നത് ഏത് സസ്യ വിഭാഗത്തിൽപ്പെടുന്നതാണ് റിക്സിയ? ഓപ്ഷൻ ബി ബ്രയോഫൈറ്റ. അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? ഓപ്ഷൻ സി 270 മുതൽ 280 വരെ. അടുത്ത ചോദ്യം, തന്മാത്ര തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതികവിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ DNA ബാർകോഡിംഗ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഒരു ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികൾ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ സി അൾഡോസ്റ്റിറോൺ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സെർവിക്കൽ ക്യാൻസറുമായി കാരണമാകുന്ന വൈറസ്? ഓപ്ഷൻ സി ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി? ഓപ്ഷൻ സി അനുയാത്ര. അടുത്ത ചോദ്യം, ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയുത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ഡി പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഗുണമേന്മയിൽ കൂടിയ ഇനം ഏത്? ഓപ്ഷൻ എ ഭീമ.
അടുത്ത ചോദ്യം, അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായി സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ഓസ്റ്റിയോബ്ലാസ്റ്റുകൾ. അടുത്ത ചോദ്യം, വിറ്റാമിൻ B12 അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ സി മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത ചോദ്യം, പ്രോട്ടോണുകളെയും ന്യൂട്രോണുകളെയും നിർമ്മിച്ചിരിക്കുന്നത് കോർക്കുകൾ എന്ന കണികൾ കൊണ്ടാണ്. ഒരു അപ്പ് കോർക്ക് +2/3 ചാർജുള്ളതും ഒരു ഡൗൺ കോർക്ക് -1/3 ചാർജുള്ളതുമാണ്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും കോർക്ക് സംയോജനം ആകാൻ സാധ്യതയുള്ളത്? ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ലഭിക്കുന്ന ഉൽപ്പന്നം? ഓപ്ഷൻ സി ജലം. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. താങ്ക് യു.